നാരദൻ. ഒരു ഒന്നൊന്നര കോമഡി അതിങ്ങനെ നാരദന്റെ കാതിൽ മുഴങ്ങുകയാണ്. സംഭവം പ്രതിപക്ഷ നേതാവിന്റെ വകയാണ്. തദ്ദേശ വാർഡുകൾ വിഭജിക്കാനും 1200ഓളം പുതിയ വാർഡുകൾ ഉണ്ടാക്കാനുമുള്ള ഓർഡിനൻസ് വരുന്നെന്ന് പുള്ളി കേട്ടത് ഇപ്പോഴാണത്രേ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ചർച്ച ചെയ്തില്ല. ഏകപക്ഷീയം, രാഷ്ട്രീയ പ്രേരിതം. അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷമോ എന്തെങ്കിലും അറിയാറുണ്ടോ? പ്രതിപക്ഷം എന്നൊരു സംഗതി ഉണ്ടോ എന്ന് ജനത്തിനും അറിയില്ല. ഫോർ എക്സാമ്പിൾ, തലസ്ഥാനത്തെ ജനങ്ങളെ കണ്ടില്ലേ? സഞ്ചാര സ്വാതന്ത്ര്യം അങ്ങനൊന്നുണ്ടോ? അതൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലം എത്രയായി? റോഡായ റോഡൊക്കെ മരണക്കെണികളും മഴക്കുഴികളുമല്ലേ? ഡേഞ്ചറസ് സോണല്ലേ? മന്ത്രിസഭാ വാർഷികത്തിന് പിന്നാലെ ജനങ്ങളെ വീട്ടുതടങ്കിലാക്കിയതിൻ്റെ വാർഷികം കൂടി സ്വാഭിമാനം നടത്താം. അതാണ് സ്ഥിതി. എന്നിട്ടും ഇതൊന്നും അറിയാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവും മുന്നണിയും. അല്ല, തീർത്തും തലതിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷവും പ്രതിപക്ഷം ഭരണപക്ഷവുമായിരുന്നെങ്കിലോ എന്താവുമായിരുന്നു സ്ഥിതി? എടാ മോനെ, രംഗൻ ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. റോഡായ റോഡൊക്കെ കൊടി കുത്തും, വാഴ വെച്ച പഴം വിറ്റ് ഫണ്ടുണ്ടാക്കും. മന്ത്രിമാർക്ക് പഴം വിഴുങ്ങി വീട്ടിലിരിക്കേണ്ടി വരും, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോഴാ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കോമഡി, തദ്ദേശ വാർഡുകൾ പുനഃക്രമീകരിക്കുന്നത് അറിഞ്ഞില്ലെന്ന്. ഏതായാലും സംഗതി നാരദന് ഇച്ഛ ബോധിച്ചു. ഇതുവരെ അങ്ങ് കേന്ദ്രത്തിലെ അണ്ണൻ തമ്പിയുടെ മാതൃക സംസ്ഥാനത്തെ അനിയൻ തമ്പി സ്വീകരിക്കുന്നതായിരുന്നല്ലോ പതിവ്. നല്ല മാതൃകകളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമല്ലോ. ഇത്തവണ അനിയൻ തമ്പിയുടെ മാതൃക അണ്ണൻ തമ്പി സ്വീകരിക്കണം. നാരദൻ ഇത് പറയാൻ കാരണം ഷാജിയുടെ പ്രസ്താവന കേട്ടതുകൊണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ NDAക്ക് 310 സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞത്രേ. വെറുതെ അല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സാങ്കേതിക മേന്മകളെക്കുറിച്ച് ആ ഇന്ത്യ മുന്നണിക്കാർ പരദൂഷണം പറയുന്നത്. പോരെങ്കിൽ സംഖ്യ കുഞ്ഞുങ്ങൾ പ്രായം തികയും മുമ്പേ 8ഉം 10ഉം വോട്ടല്ലേ ചെയ്യുന്നത്. അതിപ്പോ ഒരുത്തൻ ഫോട്ടോ എടുത്ത് സ്റ്റാർ ആവാൻ നോക്കി, അത് പോകട്ടെ. ഇതൊന്നും കൊട്ടിഘോഷിക്കേണ്ട കാര്യമല്ലെന്ന് അവൻ അറിയില്ല. ജാഗ്രത കുറവ്. ഏതായാലും അടുത്ത 2 ഘട്ടം കൂടി കഴിയുമ്പോഴേക്കും മൊത്തം സീറ്റ് 543 അല്ലേ? അതിലും കൂടുതൽ കിട്ടാനിടയുണ്ട് ഷാജി. ആ നിലയ്ക്ക് കേരള മോഡൽ വികസനം അത് പാർലമെന്റ് സീറ്റിന്റെ കാര്യത്തിൽ കൂടി പരീക്ഷിക്കണം. വാർഡ് വിഭജനം പോലെ പാർലമെന്റ് സീറ്റും വിഭജിക്കണം. കിടക്കട്ടെ ഒരു 10-100 കൂടി. പോരെങ്കിൽ കാവി ഇടനാഴികൾ അണിയിച്ചൊരുക്കാൻ മോദിജി ആഞ്ഞ് പണിയെടുക്കുന്നുമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഓരോ സ്റ്റേറ്റിലും പറയുന്ന ആപ്തവാക്യങ്ങൾ ചില്ലറയല്ല, ചില്ലിട്ട് വയ്ക്കേണ്ടതാണ്. പിന്നെ ഇതെല്ലാം നോക്കേണ്ടതും കാണേണ്ടതുമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ. വാദവും കേൾവിക്കുറവും തിമരവും ഒക്കെ ഒരു കുറ്റമല്ല. അതിനിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊന്നും പ്രത്യേക വേർതിരിവോ വകതിരിവോ ഇല്ലല്ലോ. നാരദൻ.